എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവനെ പറ്റി മിണ്ടി പോരുത്. ഇരിക്കട അവിടെ. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ എം സോറി, സോ സോറി. ഇന്നലെ ഞാൻ രാഹുലിന്റെ അച്ഛനെ കണ്ടു. മോനെ ഇവിടെ കൊണ്ടുവന്നതിന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പാവ അച്ഛൻ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുപോകും, മോന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ. എപ്പോ? അത് ആരും കാണാതെ സൗകര്യം കിട്ടുമ്പോ ഒരു ദിവസം. പ്രോമിസ്? പ്രോമിസ്. എന്താ കൗണ്ടറെ നോക്കണത്? ബിന്നിയെ പുറത്താക്കി, ഇനിയിപ്പൊ ഇവനാ. മനുഷ്യന്മാരുടെ സ്ഥിതി ഇത് തന്നെയാ. എത്ര വലിയ ഓട്ടക്കാരനായാലും തളർന്നാ കഴിഞ്ഞി. ജയിക്കുന്നവനേ ഉള്ളു വില. വില ആ നിങ്ങളുടെ കാര്യം തന്നെ. അന്ന് കാറും ബംഗ്ലാവും സ്റ്റഡ് ഫാമും ആയിട്ട് വിലസുന്ന കാലത്ത് ഇതിലും മുന്തിയ കുതിരകൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അന്ന് പുറകെ വാലാട്ട് നടക്കാൻ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഉണ്ടോ? എല്ലാം കത്തി ചാമ്പലായപ്പോ അതിന്റെ കൂടെ പോയി. കത്തിയതല്ല, കത്തിച്ചതാ. എന്റെ കുതിരകളെ ജീവനോടെ ചുട്ടു കൊന്നതാ. ദുഷ്ടൻ, അവനോട് ദൈവം ചോദിക്കും. ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത്. ഓ, ഞാൻ രാഹുലിനെ കണ്ടിരുന്നു. അവിടെ ആ കുട്ടി, അതുകൊണ്ടാ ഞാൻ വന്നത്. എന്റെ തെറ്റിന് എന്നോട് ഒന്നും പറയണ്ട. 100 രൂപ കൊടുത്താൽ ഒരുത്തനെ കൊല്ലാൻ വരെ വാടകയ്ക്ക് ആളെ കിട്ടുന്ന നാടായത്. അതിൽ കൂടുതലൊന്നും നീ ചെയ്തില്ലല്ലോ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും. അതിനെനിക്ക് തന്നെ കഴിയും. നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഗൗതം, എന്നെ ഉപദ്രവിക്കാവുന്ന പോകുന്നുണ്ടോ? പ്ലീസ്. അമൃത, നീ എന്താ ഇവിടെ? ഇന്റർവ്യൂ ആയിരുന്നോ? അല്ല, സംതിങ് പേഴ്സണൽ. ഗൗതം, ഇതിനെ തന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ച് നിന്നാ മതിയോ? ഡാഡി ആ ടെൻഷനില്ല. അടുത്ത ആഴ്ച റേസ് അല്ലേ? ബ്ലാക്ക് ഹെഡ് ട്രെയിലർ പോലും എടുത്തിട്ടില്ലല്ലോ. ഞാൻ വരാം. റൂബി ഫൈനാൻസിന്റെ പണം എടുത്താണ് ദേവരാജ് കളിക്കുന്നത്. ഈസി നാഷണൽ ബാങ്കാണ് അയാൾക്കതിന് കൂട്ട്. ബാങ്ക് ചെയർമാൻ മിസ്സിസ് വർമ്മയുടെ സ്വന്തം ആളല്ലേ? ഒന്ന് പിടിക്കാൻ പറയൂ, ദേവരാജ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. എന്നാലും മറ്റു വിധത്തിൽ വെങ്കടേശന്റെ സഹായം. കുട്ടിയുടെ കേസ് ഇവിടെ അടുത്തു. തീർച്ചയായും. ആ ഡ്രൈവർ, പെട്ടിയൊന്നും ഇപ്പൊ എടുക്കണ്ട, കാറിൽ തന്നെ ഇരുന്നോട്ടെ. കമോൺ. നിങ്ങളുടെ ഗൗതമിനെതിരെ ഞാൻ ഇറക്കുന്ന ജോക്കി. ഇന്ത്യൻ ഡർബിയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്ത റെക്കോർഡ് ഇയാൾക്കാണ്. ജയൻ നാളെ വന്നോളൂ. ഇവന്റെ മുന്നിൽ ഗൗതം മടിയറവ് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ ഷറാഫ്. ഹലോ, മീറ്റ് മിസ്റ്റർ ജയൻ. ഹായ്. ഹലോ, പ്ലീസ്. ആ ദുരേ, ഗൗതമിനെ പറ്റി ഇവനോടെല്ലാം പറഞ്ഞു. വാട്ട്സ് ഹി സേയിങ്? About your rival jockey Gautam. Oh, Gautam. But I'll show you in the race. ഗൗതം, ബോംബെ റേസ് ക്ലബിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയാണത്രേ വെങ്കടേഷ് പുതിയ ജോക്കിയെ കൊണ്ടുവന്നത്.
ഗൗതം അവന്റെ കൂടെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. വിന്നിയുടെ നഷ്ടം നാളത്തെ റേസിൽ നീ നികത്തി തരണം. സാറ് സംശയിക്കണ്ട. Well, ladies and gentlemen, it's once again a magnificent day here at Gujarat Race Cup. There's tension, drama, excitement, which is so characteristic of what horse racing is all about. My goodness, it's simply amazing that this race has generated so much of interest. Jockey Jerry Schroff, he's riding number 5 Blue Star, and the disappointing news here is that winner horse. രാഹുൽ തന്നതാണ്. I do wish you. Mr. Gautam Krishna, യെസ്. I heard a lot about you. But today, you're not going to win the race. ദാറ്റ് വിൽ സീ ഓൺ ദി ട്രാക്ക്. എന്താണ് ആ ഡ്രാക്കുള പറഞ്ഞത്? ഞാൻ ഈ റേസ് ജയിക്കില്ലെന്ന്. അവന്റെ എല്ല് വിട്രാ. Thrills and excites everyone on courses around the world is the culmination of loving. മിസ്റ്റർ വീരേന്ദ്ര ഗൗണ്ടർ, ഈ റേസിൽ ആര് ജയിക്കും? സാർ, ആ ബാങ്കിലെ കാര്യം. ഇതിനിടയ്ക്ക് തന്റെ കടന്നു പോടോ. എന്താ? ബാങ്കിൽ നിന്ന് ഓടി പാസ്സായില്ല. മാനേജർ ആദ്യം സമ്മതിച്ചതായിരുന്നു. പാസ്സാവില്ല. ഇതിന്റെ ഒക്കെ പിന്നെ ആ സ്ത്രീയാ, രാധികാവർമ്മ. ബാങ്ക് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോ ഇനി എന്ത് ചെയ്യും? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്.
റേസ് കോഴ്സിലെ ഇൻസിഡന്റിന് ശരിക്കും കുറ്റക്കാരൻ കൊടയിൽ വെങ്കടേഷിന്റെ ജോക്കിയാണ്. ഐ വിൽ ഷോ യു. വേണ്ട, കണ്ടു. ടർഫ് ക്ലബിൽ അയാൾക്കെതിരെ ഒരു തെളിവായി ഞാനിത് കാണിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. വലിയ വലിയ ആളുകൾ നടത്തുന്ന കളിയാണിത്. ആ കാസറ്റ് തരൂ. ഡാഡി, എത്ര പേരുടെ കാശാണ് ഈ ചതി കാരണം? അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഡാഡിക്കില്ലേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്? Will you shut your bloody mouth? ഡാഡി പ്ലീസ്. അമൃത മാറാൻ. കൊടയിൽ വെങ്കടേഷിനെ പേടിച്ചാണോ ഡാഡി? അമൃത, ഇല്ലെങ്കിൽ ആ മാഫിയ സംഘത്തിന് ഡാഡി കൂട്ടു നിൽക്കുകയാണെന്ന് ഞാൻ പറയും. ഇല്ലിസിറ്റ് ഡിസ്റ്റിലറി തൊട്ട് സകല വൃത്തികേടുകളും നടത്തുന്ന അവരുടെ പണം വാങ്ങി. മാസ്റ്റർ ഇവിടെ ഉണ്ട്. ആ മോനെ ഗൗതം, സാരമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. നോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് ഈ കട്ടിലും കിടക്കയും പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കും. രക്ഷപ്പെടാനാവില്ല. ആ തീ പടരും. ഈ ആശുപത്രി കെട്ടിടം മുഴുവൻ ആളി കത്തും. നീയടക്കം അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി പിടഞ്ഞു വെന്തി ചാമ്പലാകും. என்னது இந்த பைத்தியத்தை யார் உள்ள விட்டது? வெளிய கொண்டு போங்க. നീ സൂക്ഷിച്ചോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് അവനെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. നീ സൂക്ഷിച്ചോ ഗൗതം, അവൻ നിന്നെ കൊല്ലും, നിന്റെ കുതിരകളെ കൊല്ലും. അവൻ തിരിച്ചു വരും, അവൻ നിന്നെ കത്തിച്ച് ചാമ്പലാക്കും. നിന്നെ അവൻ കൊല്ലും ഗൗതം, നിന്നെ അവൻ കൊല്ലും. Number 1, Black Beauty. Number 2, Brown Stone. ഇനി മൂന്നാമത്തെ കുതിരയെ എഴുതിക്കൊള്ളൂ. ഗോൾഡ് ട്രംപറ്റ്. ഗോൾഡ് ട്രംപറ്റ്. നമ്പർ 4, ക്വീൻ ഓഫ് ബ്ലൂസ്. ക്യൂൻ ഓഫ് ബ്ലൂസ്. നമ്പർ 5, സ്ട്രിംഗറി. ആയില്ലേ? ഓ, വക്കീൽ എവിടെ? സ്വാമി നമ്മളോട് പിണങ്ങിയും തോന്നുന്നു. പോയി. ഗൗതം, ഈ കുതിരഭ്രാന്ത് അവരവിടെ ആലോചിക്കുന്നത് ജാക്ക്പോട്ടിനാ. 5 കുതിരകൾക്ക് ഒരുമിച്ച് ബെറ്റ് കെട്ടുക. റിസ്ക് അല്ലേ കുട്ടി? കൊടയിൽ വെങ്കടേശന്റെ കുതിരയ്ക്കും ബെറ്റ് കെട്ടുന്നുണ്ട്. അരുതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ ഗൗതം അച്ഛനോട്. മോനെ ഗൗതം, റേസിലോടുന്ന കുതിരയെ പോലെ പന്തയം കിട്ടുന്നവരുടെ ആശയ്ക്ക് കടിഞ്ഞാനിടാനാവില്ല. തോൽക്കുന്തോറും പിന്നെയും ജയിക്കാനാവും വാശി. അച്ഛനെ കളിയിൽ കുറെ കടം വന്നിട്ടുണ്ട്. അത് തീർക്കണമെങ്കിൽ ചെറിയ തുകയ്ക്ക് ബെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ജാക്ക് പോട്ടിന് തന്നെ പോണം. അത് റിസ്ക് അല്ലേ അച്ഛാ? നമുക്ക് ഈ വീടും വസ്തുക്കളും വിറ്റ് കടം വിട്ടാം. ബാക്കിയുള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചൂടെ? ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അച്ഛന്റെ കടം വീടില്ല മോനെ. അച്ഛനത് കൊടയിലിന് പണയപ്പെടുത്തുകയാണ്. അച്ഛന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഈ റേസിൽ ജയിക്കുമെന്ന്. മോൻ ഇതിന് സമ്മതിക്കില്ലേ? Come on,
മോനെ ഗൗതം അച്ഛനെ പോയി നോക്കേ ചെല്ലേ. വേഗം വണ്ടി എടു. എടാ നീ എന്നെ ചതിച്ചു. നിനക്ക് പണയപ്പെടുത്തി എന്റെ വസ്തുക്കൾ തിരിച്ചെടുക്കാതിരിക്കാൻ കൂടെ നിന്ന് നീ എന്നെ തോൽപ്പിക്കുകയായിരുന്നു. കൃഷ്ണ, കുതിര ഓടാത്തതിന് എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കുതിരയെ നീ കൽപ്പിച്ചു കൂട്ടി പുറകോട്ട് വലിച്ചതല്ലേ? യു ബാസ്റ്റർ, ബ്ലഡി ചീറ്റ്. എന്നെ എന്റെ മകനെ നീ തെരുവിൽ ഇറക്കിയില്ലേ? വണ്ടി വിട്, പോ. കരയണ്ട മോനെ, അച്ഛൻ്റെ തെറ്റ്. റേസിൽ ഒരു പന്തയ കുതിര തളർന്നു വീണാൽ പിന്നെ അതിനെ ഇഴഞ്ഞ് ജീവിക്കാൻ വിടരുത്. കൊല്ലണം. മേഴ്സി കില്ലിങ്. വെങ്കടേശ് അത് ചെയ്തില്ല. അച്ഛാ, മോൻ പോയി ഉറങ്ങിക്കോ. പോയിക്കൊള്ളൂ. അച്ഛാ, അച്ഛാ, മോൻ എങ്ങനെ വന്നേ? ആന്റിയുടെ കൂടെ വന്നതാ. എന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. ഒരുപാട് മുറിഞ്ഞോ? സാരില്ല മോനെ. മോൻ എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, അതിനൊന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് പോണ്ടേ? ഇല്ല, ഞാൻ വരില്ല. രാഹുൽ, എല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. വരൂ. ഞാൻ വരില്ല. അവൻ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കട്ടെ. താമസിച്ചാൽ അവർക്ക് സംശയമാവും. പിന്നെ ഒരിക്കലും വിടില്ല. ഞങ്ങൾ നാളെയും വരാം. ചിലപ്പോ ഇന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാ ഞങ്ങൾ വരട്ടെ. വരൂ രാഹുൽ. മോൻ ആന്റി പറയുന്ന അനുസരിച്ച് ചെല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കെതിരെ ഗൗതമിനെ നിങ്ങൾ സഹായിച്ചു. പണം കൊണ്ടും മറ്റു വിധത്തിലും. പിന്നെ എന്തിനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു? വയ്യ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയത്. വെങ്കടേശുമായിട്ടുള്ള അലയൻസിന് തടസ്സം നിന്നത് ഗൗതമാണ്. പിന്നീട് റേസിലുണ്ടായ സകല നഷ്ടത്തിനും കാരണക്കാരൻ. അവനോടുള്ള ശത്രുത വെച്ച് ഇനിയും എന്നെ ശിക്ഷിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ സഹായിക്കണം. ഗൗതമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. വെങ്കടേഷ് ഞാനുമായുള്ള അടുപ്പം അറിയാമല്ലോ. നിങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കണം. ബാക്കി കാര്യങ്ങൾ മാഡം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ശരി. അപ്പോ ഞാൻ വരട്ടെ. ദേവരാജ് എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ് സ്വാമി. റൂബി ഫൈനാൻസിന്റെ ലോൺ ഇൻട്രസ്റ്റ് സഹിതം 10-15 ലക്ഷത്തി ചില്ലുവാനം രൂപ. ഇത്രയും പണം നിങ്ങൾ വാങ്ങിച്ച ശരിയാണോ? അതേ, കുറെ മടക്കി കൊടുത്തിട്ടുണ്ട് സ്വാമി. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. കൊടുത്തതിന് രേഖകൾ വല്ലതുമുണ്ടോ? ഇല്ല. തന്നതിന് അവരുടെ പക്കൽ കാണും. അതാ ഞാൻ പെട്ടെന്ന് വന്നത്. വല്ല വഴിയിലും കടം വാങ്ങിയാൽ വെളിയിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. പക്ഷെ ദേവരാജ് എന്തിന് നിങ്ങളോട് ഇത് ചെയ്തു?
നിങ്ങളുടെ സ്റ്റഡ് ഫാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഷെറഫ്. അടുത്ത റേസ് കൂടി കഴിഞ്ഞാൽ ഇയാൾ നിങ്ങളുടെ കുതിരയെ ഓടിക്കും. ഗൗതമിന്റെ നഷ്ടം പുള്ളി തീർത്തു തരും. പോരെ? നഷ്ടം വേറെയുണ്ട്. ഇടനിലക്കാരൻ ജയനാണല്ലോ. വെങ്കടേശനോട് ആ കാര്യം കൂടി സംസാരിക്കണം. നിങ്ങൾ ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കണക്കൊക്കെ പറയണോ? ഉം.